വെൽക്കം ടു അവർ ചാനൽ. നമ്മളൊരു വെറൈറ്റി അൺബോക്സിംഗ് വീഡിയോ കേട്ടോ. ഫോണ് അങ്ങനെ സാധനങ്ങൾ നമ്മൾ സാധാരണ അൺബോക്സ് ചെയ്യുന്ന സാധനങ്ങളൊന്നല്ല, ഒരു വെറൈറ്റി സാധനമാണ്. അപ്പൊ അതൊന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന സാധനം. ഇതെന്താന്ന് കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് WDയുടെ പാസ്പോർട്ട്. എന്താ മനസ്സിലായോ? പാസ്പോർട്ട് എന്ന സാധനം മനസ്സിലായോ? ഇതാണ് എന്താണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണ്. അത് 500 GB-യോ 1 TB ഒന്നല്ല, 5 TB എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ബോക്സിലേക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക്. ഭയങ്കര ക്യൂട്ടാണ്. 5 TB അത്രയും കനമൊന്നുമില്ല, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഹാർഡ് ഡിസ്ക്കാണ്. പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്, അതിലുള്ള വാറണ്ടി കാർഡ് ഉണ്ട്. പിന്നുള്ളതാണ് ഇതാ നമ്മളതിൻ്റെ ഒരു കേബിളും ഉണ്ട് കേട്ടോ. ഇത്രയാണ് അതിൻ്റെ ഒരു ബോക്സിൽ വരുന്ന സംഭവങ്ങൾ. അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിതിപ്പോൾ 5 TB ഹാർഡ് ഡിസ്ക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് വെച്ചാൽ 2 TB ഹാർഡ് ഡിസ്ക്കാണ്. അപ്പോൾ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്ക്. ഇത് 2 TB ഉള്ളൂ, പക്ഷേ ഇത് 5 TB ഉണ്ട്. എന്നിട്ടും എന്താ അതിൻ്റെ 2.5 ഇരട്ടീൻ്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ എന്നിട്ട് അതിൻ്റെ വലിപ്പം നോക്കി നോക്ക്. വലിയതായിട്ട് വലിയ വലിപ്പം വ്യത്യാസമൊന്നുമില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിപ്പം പോലും ഇല്ല അതിന്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നോക്കാൻ എന്തൊക്കെയാണ് നോക്കി നോക്കാം. ഇന്ന് അൺബോക്സ് ചെയ്ത സംഭവം എന്താ വെച്ചാൽ WD, അതായത് വെസ്റ്റേൺ ഡിജിറ്റൽ, അവരുടെ തന്നെ മൈ പാസ്പോർട്ട് പോർട്ടബിൾ ഹാർഡ് ഡിസ്ക്കാണ്. നോക്കിയേക്ക് വെറും 19 mm തിക്നെസ് മാത്രമുള്ള വളരെ കനം കുറഞ്ഞ ഒരു ഹാർഡ് ഡിസ്ക്കാണ് വരുന്നത്. ഇത് നമുക്ക് ഈ 5 TB ഏകദേശം 4.5 GB നമുക്ക് എന്താണ് യൂസ്ഫുൾ ആണ്. അത്രയും സാധനം നമുക്ക് ഫ്രീ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞത് USB സപ്പോർട്ട് ആവുന്ന വെച്ചാൽ നമുക്ക് ഏകദേശം 3.0യും അത് USB 3.0യും അതുപോലെ തന്നെ 2.0യും നമുക്ക് എന്താ സപ്പോർട്ടഡ് ആണ്. നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന റീഡിംഗ് സ്പീഡ്, അതായത് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഫയൽ ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 135 MB/s ആണ്. അതായത് ഒരു സെക്കൻഡിൽ നമുക്ക് 135 MB നമുക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ അതിൽ നിന്ന് റീഡിംഗ് സ്പീഡ് എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ റൈറ്റിംഗ് സ്പീഡ്, അതായത് നമ്മൾ ഇതിനകത്തേക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് സിനിമ എന്തെങ്കിലും ഇതിലേക്ക് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പീഡ് എന്ന് വെച്ചാൽ 120 MB/s. ഏകദേശം ഇപ്പോൾ ഒരു 1 GB സിനിമയൊക്കെയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്താ ആ പടം ഇതിനകത്തേക്ക് കയറ്റാൻ പറ്റും. അപ്പോൾ അത്രയും റൈറ്റിംഗ് സ്പീഡും അതുപോലെ തന്നെ നമുക്ക് എന്താ റീഡിംഗ് സ്പീഡും ഇത് നമുക്ക് തരുന്നുണ്ട്. ഈ 5 TB എടുക്കുമ്പോൾ ഒരു ഗുണം വെച്ചാൽ നമുക്ക് എന്താ 5 TB അല്ല ആക്ച്വലി കിട്ടുന്നത് 10 TB ആണ്. എങ്ങനെയാണെന്നല്ലേ, ഈ 5 TB കൂടെ തന്നെ നമുക്കൊരു 5 TB എക്സ്ട്രാ ക്ലൗഡ് സ്റ്റോറേജും കൂടെ നമുക്ക് തരുന്നുണ്ട്. അതായത് ഓൺലൈൻ ക്ലൗഡ് സ്റ്റോറേജും കൂടെ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള 5 GB അല്ലാണ്ട് ഒരു 5 TB നമുക്ക് എന്താണ് ക്ലൗഡ് സ്റ്റോറേജ്. അതായത് വാറണ്ടി ഉണ്ട്, കമ്പനി വാറണ്ടി ഉണ്ട്, 3 year വാറണ്ടി ഉണ്ട്. ഫിസിക്കൽ ഡാമേജ് അല്ല, ബാക്കിയുള്ള ഡാമേജ് എല്ലാത്തിനും നമ്മൾ 3 year വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ MRP എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടും ജെട്ടൂല്ലേ. ഇതിൻ്റെ MRP എന്ന് പറഞ്ഞാൽ ഏകദേശം 20,000 രൂപയാണ് ഇതിൻ്റെ MRP അല്ലേ. ഒരു കമ്പ്യൂട്ടർ എടുക്കുന്ന പൈസ ആയാലും വിചാരിക്കണം. 20,000 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. പക്ഷേ നമുക്ക് ഓഫർ പ്രൈസിലൊക്കെ കിട്ടും 8,299 രൂപ, 8,300 രൂപയ്ക്കാണ് നമ്മുടെ അടുത്ത്. നമുക്ക് അത്രയും ഓഫർ പ്രൈസ് 8,299 രൂപയ്ക്ക് നമുക്ക് ഈ സാധനം കിട്ടി. ഇനിയിപ്പോൾ അടുത്ത മാസം നമുക്ക് എന്താണ് നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ അതുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ സെയിലൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രൈസ് ഇതിൽ കുറഞ്ഞ് കിട്ടാം. പക്ഷേ ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ സംഭവങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്റ്റോറേജ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുപോലത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമാണ്, എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് പറയുന്നത് ഈ ഫയൽ, അതുപോലെ ഫയൽ ഫോർമാറ്റ് NTFS സാധാരണ നമ്മുടെ ഹാർഡ് ഡിസ്ക് വരുന്ന ഫോർമാറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ബോത്ത് വിൻഡോസും അതുപോലെ തന്നെ മാക്കും എന്താണ് ഇതിന് കമ്പാറ്റബിൾ ആണ്. അതുപോലെ തന്നെ മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ ഇത് പാസ്വേഡ് പ്രൊട്ടക്ഷൻ കേട്ടോ. നമുക്ക് പാസ്വേഡ് ഇട്ട് ചെയ്യാം. നമ്മൾ ഇത് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് കണക്ട് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ബൾബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, LED ബൾബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്താ നമുക്ക് ചിലപ്പോൾ സിനിമ കാണുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ അതിൻ്റെ ഇത് കുത്തിയിട്ടിട്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ആ ലൈറ്റ് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കമ്പനി ഇതിനകത്ത് നമുക്ക് LED ഓണും ഓഫും ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓൺ ചെയ്താൽ LED ഓഫ് ആക്കിയിടാം, അങ്ങനെയുള്ള പ്രൊവൈഡും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 5 TB എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയ കയ്യിൻ്റെ ഉള്ളിൽ ഒതുങ്ങാവുന്ന ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് WD കൂടെ ആകുമ്പോഴത്തേക്കും വളരെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ വളരെ ആക്സസിബിൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും അത്യാവശ്യം ഒരു ഹാർഡ് ഡിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നുകൂടെ കൂടിയ ഹാർഡ് ഡിസ്ക് വേണം എന്നുള്ളവർക്കുള്ളൊരു തീർച്ചയായും നല്ലൊരു ഓപ്ഷനാണ് ഇത് WD ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ക്യാരി ബാഗ് മേടിക്കാം കേട്ടോ. 100 രൂപ വരുന്നുള്ളൂ. ഒരു ക്യാരി ബാഗ് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് 2 ഹാർഡ് ഡിസ്ക് വരെ ഉള്ളൂ കേട്ടോ.
ഒരെണ്ണം ഇവിടെ ഇടാം, ഒരെണ്ണം ഇവിടെ ഇടാം. 2 ഹാർഡ് ഡിസ്ക് നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 100 രൂപയാണുള്ളത്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഏതെങ്കിലും ക്യാരി ബാഗ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഹാർഡ് ഡിസ്കൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി എളുപ്പത്തിലാണ്. കാരണം താഴെ വീണാൽ ഡാമേജ് ആയിട്ട് ചാൻസ് ഉണ്ട്. സേഫായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ക്യാരി ബാഗും കൂടെ ഉണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്കിന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ വീഡിയോയ്ക്കുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. അതുപോലെ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളിടുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഓൾ എന്നുള്ള എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തുള്ളൂ. അപ്പം വാച്ചിങ് കോൾ സൈനിങ് ഓഫ്.